ഏഴാമത്തെ ചോദ്യം تأمل المثالين ثم كون جملا مثلها أو مثلهما من الكلمات الآتية. ഈ താഴെ കാണുന്ന സെന്റൻസുകളെ മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ മറ്റുള്ള സെന്റൻസുകൾ നിർമ്മിക്കാനാണ്. അൽ മിസാലുൽ അവൽ അമിൻ അൽ ഹിന്ദി അൻത അമിൻ പാകിസ്ഥാന. ഇന്ത്യയിൽ നിന്നാണോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നാണോ? അപ്പം ഇങ്ങനെ ഹംസത്തുൽ ഇസ്തിഫാം വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പറയാം, അമീൻ അൽ ഹിന്ദി അൻത അമിൻ പാകിസ്ഥാന. രണ്ടാമത്തെ അത്വബീബുൻ അൻത അം മുഹദ്ദിസുൻ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഇത് കാണണം. അപ്പോൾ അൻത മുജ്തഹിദുൻ കസ്ലാൻ. അപ്പം അമുജ്തഹിദുൻ അൻത അം കസ്ലാനു, അമുജ്തഹിദുൻ അൻത അം കസ്ലാൻ. നീ അധ്വാനിക്കുന്നവനാണോ അല്ലെങ്കിൽ മടിയനാണോ? പിന്നെ ഇവിടെ ഹിയ എന്നുണ്ട്, സീൻ യാബാൻ. അപ്പം അമീൻ അസീനി ഹിയ അം മിനൽ യാബാനി, അമീൻ അസീനി ഹിയ അം മിനൽ യാബാനി. അവൾ ചൈനയിൽ നിന്നാണോ ജപ്പാനിൽ നിന്നാണോ എന്ന്. ഇതേപോലെ അത്വബീബുൻ അൻത അം മിനൽ അം മുഹദ്ദിസ് അല്ലെങ്കിൽ അമിൻ അൽ ഹിന്ദി അൻത അമിൻ പാകിസ്ഥാൻ. ഇതേപോലെയാണ് ഇവിടെ. അടുത്ത അൻത ത്വബീബത്തുൻ മുമറിദത്തുൻ. അപ്പം ത്വബീബത്തുൻ അഫ്വാൻ, ഇത് അൻതി എന്നാണ്. അപ്പം ത്വബീബത്തുൻ, അപ്പോൾ ത്വബീബത്തുൻ അൻതി അം മുമറിദത്തുൻ, ത്വബീബത്തുൻ അൻതി അം മുമറിദത്തുൻ. പിന്നെ നാലാമത്തത് അനസാറഹും അം യഹൂദുൻ. അവർ നസ്രാണികളാണോ അല്ലെങ്കിൽ യഹൂദരാണോ? ഹാദ മസ്ജിദുൻ മദ്രസത്തു. അപ്പം മസ്ജിദുൻ ഹാദ അം മദ്രസത്തുൻ. ഇത് മസ്ജിദാണോ അല്ലെങ്കിൽ മദ്രസയാണോ? അടുത്തത് ഹാദിഹി സയ്യാറത്തുൽ മുദീരി സയ്യാറത്തുൽ മുദരിസി. അപ്പം സയ്യാറത്തുൽ മുദീരി ഹാദിഹി അം സയ്യാറത്തുൽ മുദരിസി. അടുത്തത് മുതസവ്വിജുൻ അൻത അം അസബുൻ. നീ വിവാഹിതനാണോ അല്ലെങ്കിൽ അസബാണോ? അസബ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ. അഖാലാതുക ഹുന്ന അം അമ്മാതുക. അവർ നിന്റെ ഖാലാത്താണോ? ഖാലാത്ത് എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ സൈഡിലുള്ള ആൻറ്റിമാർ. അമ്മാത്ത് എന്ന് പറയുമ്പോൾ ഉപ്പാൻ്റെ സൈഡിലുള്ള ആൻറ്റിമാർ. അപ്പം ഖാലാതുക ഹുന്ന അം അമ്മാതുക. പിന്നെ ഹുവ പാകിസ്ഥാൻ ഇറാൻ. അപ്പം അമിൻ പാകിസ്ഥാൻ ഹുവ അം മിൻ ഇറാൻ. അമിൻ പാകിസ്ഥാനിൽ നിന്നാണോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നാണോ? പിന്നെ അടുത്തത് ഖരീബുൻ ബൈതുക അം ബഈദുൻ. നിന്റെ വീട് അടുത്താണോ ദൂരെയുള്ളതാണോ? ഖരീബുൻ ബൈതുക അം ബഈദുൻ. ഇനി അടുത്തത് ദൂ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. മുദീറുന ദൂ ലഹ്യത്തിൻ തൗീലത്തിൻ. നമ്മളുടെ പ്രിൻസിപ്പിൾ ദൂ ലഹ്യത്തിൻ തൗീലത്തിൻ. ലഹ്യ എന്ന് പറഞ്ഞാൽ താടി, തൗീല നീളമുള്ളത്. നമ്മളുടെ മുദീറിന് നീളമുള്ള താടിയുണ്ട്. അപ്പോൾ ദൂ എന്നുള്ളത് ഇവിടെ സാഹിബ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാദ ദഫ്തറു ദൂ വറഖിൻ മുസത്തറിൻ. ഈ നോട്ട്ബുക്ക് ലൈനുള്ള പേജുകളാണ് അതിനുള്ളത്. ദൂ വറഖിൻ മുസത്തറിൻ. അഹ്മദു ത്വാലിബുൻ ദൂ ഇൽമിൻ വ ഖുലുഖിൻ. അഹ്മദ് ഇൽമും ഖുലുഖുമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം ഇത് ഒരു ത്വാലിബിനെ പറ്റിയുള്ള വിശേഷമായിട്ടാണ് പറയുന്നത്. ഹാദൽ ഖമീസു ദൂ കുമ്മിൻ ഖസീരിൻ. ഹാദൽ ഖമീസു, ഈ ഷർട്ട്, ദൂ കുമ്മിൻ ഖസീരിൻ, ചെറിയ സ്ലീവുള്ള ഷർട്ടാണ്. വദാക ദൂ കുമ്മിൻ തവീലിൻ. അത് അല്ലെങ്കിൽ ലെങ്ത്തുള്ള അല്ലെങ്കിൽ വലിയ സ്ലീവുള്ള ഷർട്ടാണ്. അൽ മസ്ജിദു ലദി ഫി ഹയ്യിന ദൂ മനാറത്തിൻ വാഹിദത്തിൻ. നമ്മളുടെ നെയ്ബർഹുഡിലുള്ള അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള മസ്ജിദിന് ഒരു മിനാറത്തേ ഉള്ളൂ. ഇനി ഇവിടെ ഇദു എന്നുള്ള വാക്ക് അത് ജമ്മാവുമ്പോഴും മുഅന്നസ് ആകുമ്പോഴുള്ള മാറ്റങ്ങൾ. ഇഖ്റ അൽ അംസില സുമ്മ ഹബിൽ ജുംലത്തിൽ ആതിയ മിസ്ലഹ. അപ്പോൾ ഇവിടെ ഹാദ ത്വാലിബു ദൂ ഖുലുഖിൻ. ഈ വിദ്യാർത്ഥി നല്ല സ്വഭാവമുള്ള വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ അതിന് ജമ്മ എന്താണ്? ഹാ ഉല ഇത്തുല്ലാബു ദവു ഖുലുഖിൻ. ഈ വിദ്യാർത്ഥികൾ എന്താണ്? ദവു ഖുലുഖിൻ, അവർ നല്ല ഖുലുഖുള്ളവരാണ്. അപ്പോൾ ദൂ എന്നുള്ളത് ദവൂനായി. ഹാദി ത്വാലിബത്തു ദാതു ഖുലുഖിൻ. ഇനി ഒരു സ്ത്രീയെ, ഒരു വിദ്യാർത്ഥിനിയെ പറ്റി പറയുകയാണെങ്കിൽ, സ്ത്രീ ആയിട്ടുള്ള വിദ്യാർത്ഥിയെ പറ്റി പറയുകയാണെങ്കിൽ ദാതു എന്ന് പറയും. ഈ വിദ്യാർത്ഥിനി നല്ല സ്വഭാവമുള്ളവരാണ്. ഇനി അതിന് ജമ്മ ഹൗലായി ത്വാലിബാത്തു ദവാതു ഖുലുഖിൻ. ദാത്തുന്റെ ജമ്മാണ് ദവാതു. ഇദൻ ദു എന്ന ജമ്മ ദവു ദാതു ദവാതു. അതേപോലെ തന്നെ ഹാദ റജുലു ദു മാലിൻ കസീരിൻ. ഇയാള് നല്ല പൈസയുള്ള ആളാണ്. അതിന് ജമ്മ ഹാദിഹിൽ മർഅതു ദാതു അഫ്വൻ. ഇതിന്റെ ജമ്മാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പം ഹൗലായി റിജാലു ദവു മാലിൻ കസീരിൻ. ഈ ആളുകൾക്ക് കുറെ പൈസ ഉണ്ടെന്നുള്ളത്. ഇനി അതിന്റെ മുഅന്നസ്
അതിവിടെയാണ് വരേണ്ടത്. ഹാദിഹിൽ മർഅതു ദാതു മാലിൻ കസീരിൻ, ഈ സ്ത്രീക്ക് കുറേ പണമുണ്ട്. ഇനി അതിൻ്റെ ജമ്മ ഹൗല നിസാഉ ദവാതു മാലിൻ കസീരിൻ. അപ്പോൾ ദാതു ദവാതു ദു ദവു. ഇനി ലഅല്ല ചേർക്കാനാണ്. ലഅല്ല എന്ന് പറയുന്നത് എന്താണ്? ഇന്നയുടെ അഖവാത്തിൽപ്പെട്ടാണ്. അദ്ഖിൽ ലഅല്ല അലൽ ജുമൽ ആതി ഇൽമൻ ബിഅന്ന ലഅല്ല മിൻ അഖവാതി ഇന്ന. ഇന്നയുടെ അഖവാത്ത് എന്ന് പറയുമ്പോൾ ഇന്നയുടെ അതേ അഹ്കാമുകളും അതിൻ്റെ റൂളിങ്സ് ആണ് ഇതിൽ വരിക. ഇന്ന എന്ത് ചെയ്യും? ജുംലത്തുൽ ഇസ്മിയയിൽ ചേർത്തിട്ട് അതിൻ്റെ മുബ്തദ ഇസ്മു ഇന്നയാക്കും, ഖബറിനെ ഖബറു ഇന്നയാക്കും. പിന്നെ ഇസ്മു ഇന്ന എന്ന് പറയുന്നത് മൻസൂബാവും. അതേപോലെ തന്നെ ഇവിടെ ലഅല്ലയും അതേ റൂളിങ്സ് ആണ് വരിക. ഹുവ ബി ഖൈർ ലഅല്ലഹു ബി ഖൈർ. ഇന്നഹു ബി ഖൈർ നമ്മൾ ഇന്നഹു എന്ന് പറയുന്ന പോലെ ലഅല്ലഹു. ഹും ബി ഖൈർ ലഅല്ലഹും ബി ഖൈർ. ഹിയ ബി ഖൈർ ലഅല്ലഹാ ബി ഖൈർ. ഇതെല്ലാം ഖൈർ എന്ന് പറയുമ്പോൾ സുഖമാണെന്നുള്ള അർത്ഥത്തിലാണ്. ലഅല്ലഹ ബി ഖൈർ, അവൾക്ക് അർത്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ഹുവ ബി ഖൈർ അവന് സുഖമാണ്, ലഅല്ലഹു ബി ഖൈർ അവന് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ. ലഅല്ലഹും ബി ഖൈർ അവർക്ക് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ലഅല്ലഹ ബി ഖൈർ അവൾക്ക് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അപ്പോൾ ഹുന്ന ബി ഖൈർ ലഅല്ലഹുന്ന ബി ഖൈർ, അൻത ബി ഖൈർ ലഅല്ലക ബി ഖൈർ, അൻതും ബി ഖൈർ ലഅല്ലകും ബി ഖൈർ, അൻതി ബി ഖൈർ ലഅല്ലകി ബി ഖൈർ, അൻതുന്ന ബി ഖൈർ ലഅല്ലകുന്ന ബി ഖൈർ, അന നാജിഹ്. നാജിഹ് എന്ന് പറഞ്ഞാൽ പാസ്സായവൻ. അങ്ങനെ സാധാരണ നാജിഹ് എന്ന് പറയുമ്പം എന്താണ്? സക്സസ്ഫുൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഞാൻ സാധാരണ പറയുമ്പോൾ നാജിഹ് ഞാൻ പാസ്സായി എന്നുള്ള. അന നാജിഹുൻ ലഅല്ലി നാജിഹുൻ, ഞാൻ പാസ്സായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. നഹ്നു നാജിഹുൻ ലഅല്ലന നാജിഹൂൻ. അൽ മുദീറു ഫി ഗുർഫതിഹി ലഅല്ല അൽ മുദീറ ഫി ഗുർഫതിഹി. yani മുദീർ പ്രിൻസിപ്പൾ അവിടെ റൂമിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അൽ ഇഖ്തിബാറു സഹ്ലുൻ ലഅല്ല അൽ ഇഖ്തിബാറ സഹ്ലുൻ. yani ഇഖ്തിബാർ സഹ്ലുൻ എന്ന് പറഞ്ഞാൽ എക്സാം എളുപ്പമാണെന്ന്. അപ്പം ലഅല്ല അൽ ഇഖ്തിബാർ സഹ്ലുൻ, yani ഇവിടെ പ്രതീക്ഷയാണ് എക്സാം എളുപ്പമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. اقرأ المثالين ثم أكمل الجمل الآتية بوضع غال أو غالية في الأماكن خالية. ഇനി ഗാലിൻ അല്ലെങ്കിൽ ഗാലിയത്തുൻ. ഗാലി എന്നുള്ളത് മുദക്കറിനും ഗാലിയത്തുൻ എന്നുള്ളത് മുഅന്നസിനും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗാലി എന്നുള്ള വാക്കിൻ്റെ അസ്ൽ എന്താണ്? ഗാലിയുൻ എന്നാണ്. ആ യാഇനെ തഖ്ഫീഫിന് വേണ്ടിയിട്ട്, അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കളഞ്ഞതാണ്, ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുഅന്നസ് വരുമ്പോൾ ഗാലിയത്തുൻ അതിൻ്റെ യാ തിരിച്ചു വരുന്നതാണ്. طيب إذن هنا هذا القلم غالي أصل غالي എന്നാണ്. هذه الساعة غالية. ഇനി അൽ കുതുബുൽ അറബിയത്തു, ഇവിടെ കുതുബുൽ അറബിയ എന്ന് പറയുന്നത് ജമ്മ ആയതുകൊണ്ട് ഗാലിയത്ത് എന്ന് പറയും. ഫി ബലദീന ഗാലി എന്ന് പറയില്ല, കാരണം കുത്തുബ് ജമ്മാണ്, ജമ്മു ഗൈർ ആഖിലാണ്. അപ്പം മുഅന്നസ് ഉപയോഗിക്കും. അൽ കുതുബുൽ അറബിയത്തു ഗാലിയത്തു ഫി ബലദീന. ഹാദൽ കിതാബു റഖീസുൻ വദാലിക ഗാലിൻ. ഗാലി എന്ന് പറയും. ഈ പുസ്തകം വില കുറഞ്ഞതും അത് വില കൂടിയതുമാണ്. ഹാദൽ മുഅ്ജമു ബിമിഅത്തി റിയാലിൻ ഹുവ ഗാലിൻ. ഈ ഡിക്ഷണറി 100 റിയാലാണ്, അത് ഗാലിനാണ്, വില കൂടിയതാണ്. ഹാദിൽ ഹഖീബത്തു ഗാലിയത്തുൻ, അപ്പോൾ മുഅന്നസ് ആയതുകൊണ്ട് ഗാലിയത്തുൻ എന്ന് പറയും. ഈ ബാഗിന് വില കൂടിയതാണ്. اقرأ المثالين ثم اقرأ الجمل الآتية بعد ذلك اكتبها مع كتابة الأعداد الواردة فيها الحروف. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് കാണുന്നത് മിഅ അതേപോലെ തന്നെ അൽഫ് എന്നുള്ള ഈ രണ്ട് എണ്ണങ്ങളാണ്. ഇതിൻ്റെ ഹുക്ം എന്താന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന വാക്ക് മുദാഫ് ഇലൈഹി ആയിട്ടാണ് വരിക, മുദാഫ് ഇലൈഹി ആയിട്ട്. അപ്പം ഹുന മിഅതു റജുലിൻ, അതേപോലെ തന്നെ ഇത് മുഫ്രദുമാകും, അത് ജമ്മാവില്ല. മിയത്തു റജുലിൻ, റജുലും മുദാഫ് ഇലൈഹി ആയിട്ട് വന്നു. മിയത്തു ഇംറഅത്തിൻ, 100 ആളുകളും 100 പെണ്ണുകളും ആണ്. അതുപോലെ തന്നെ അൽഫു റജുലിൻ അൽഫു ഇംറഅത്തിൻ. ഹാദ തിൽഫാസു ബി അൽഫി റിയാലിൻ, ഇവിടെ അൽഫു എന്നുള്ള അൽഫീനായി, കാരണം ബാ വന്നതുകൊണ്ട് ഹർഫ് ജർ ആണല്ലോ. ഈ തിൽഫാസ്, ഈ ടി വി 1000 റിയാലിനാണ്. ഇന്തി അൽഫു ഡോളറി, എൻ്റെ അടുത്ത് $1000 ഫി ഹാദൽ കിതാബി 100 സഫഹത്തിൻ, ഈ പുസ്തകത്തിൽ 100 പേജുകളുണ്ട്. ബികം ഹാദിൽ ഹഖീബ, എത്രക്കാണ് ഈ ബാഗ്? ഹിയ ബി മിഅതു ഔ ബി അഫ്വൻ ഹിയ ബി മിഅതി റിയാലിൻ, ബാ വന്നതുകൊണ്ട് തീ എന്ന് പറയും. ബി മിഅതി റിയാലിൻ.
ഈ ബാഗ് എത്രക്കാണ്? ഇത് 100 റിയാലിനാണ്. ഫി ഹാദിഹി അൽ കുല്ലിയത്തി 100 طالب من باكستان و100 طالب من ഇന്തോനേഷ്യ. ഈ കുല്ലിയയിൽ, ഈ ഫാക്കൽറ്റിയിൽ 100 വിദ്യാർത്ഥികൾ പാകിസ്ഥാനിൽ നിന്നും 100 വിദ്യാർത്ഥികൾ ഇന്തോനേഷ്യയിൽ നിന്നുണ്ട്. طيب هنا كون جملة مستعملة الكلمات الآتية. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഈ വാക്കുകൾ കൊണ്ട് ഉണ്ടാക്കാനാണ്. ദക്കി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ. ഹാദ താലിബു ദക്കിയുൻ, ഈ വിദ്യാർത്ഥി ബുദ്ധിയുള്ളവനാണ്. മിഅതു مثلا هذا الكتاب 100 ദിർഹം, ഈ പുസ്തകത്തിന് 100 ദിർഹമാണ്. മുതസവ്വിജ് എന്ന് പറഞ്ഞാൽ വിവാഹിതൻ. അപ്പം അന മുതസവ്വിജുൻ ഹക്കദ. അസബ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ. സദീഖി അസബുൻ, എൻ്റെ സുഹൃത്ത് അസബാണ്, yani അവന് ബാച്ചിലറാണ്. ഖുലുഖുൻ, ഖുലുഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. മസലൻ ഹാദ ഷെയ്ഖു ദു ഖുലുഖിൻ അദീം, ഈ ഷെയ്ഖിന് അങ്ങേയറ്റം നല്ല ഭംഗിയുള്ള സ്വഭാവമാണ്. ഡോളർ, മസലൻ ഹാദ അൽ ഖമീസു ബി $1000, അല്ലെങ്കിൽ അത് ഭയങ്കര കൂടിപ്പോയ, അല്ലെങ്കിൽ $100, ഈ ഷർട്ടിന് $100 غالٍ. ممكن نقول هذا الحذاء ഈ ഷൂ, അല്ലെങ്കിൽ هذه الحقيبة. طيب غالٍ എന്നുള്ളത് മുദക്കർ ആയതുകൊണ്ട് നമുക്ക് മുദക്കർ ആയിട്ടുള്ളത് തന്നെ ഉപയോഗിക്കണം. هذا القميص غالٍ جدا, ഈ ഷർട്ട് വളരെ അധികം വില കൂടിയതാണ്. ഇനി ഈ പാഠത്തിലുള്ള കലിമാത്തുൽ ജദീദ. ദക്കിയുൻ, അതിന് ജമാൻ അദ്കിയാഉ, ഇത് ബുദ്ധിയുള്ളവൻ എന്നുള്ള അർത്ഥം. പിന്നെ ഗബിയുൻ അഗ്ബിയാഉ, ഇത് അതിൻ്റെ ഓപ്പോസിറ്റാണ്. yani ഗബി എന്ന് പറഞ്ഞാൽ മണ്ടൻ എന്നൊക്കെ അർത്ഥത്തിൽ പറയാം, ബുദ്ധിയില്ലാത്തവൻ എന്നൊക്കെ രീതിയിൽ. പിന്നെ ഖുലുഖുൻ അഖ്ലാഖുൻ, yani ഇത് സ്വഭാവം. മിഅത്തുൻ 100, അൽഫുൻ 1000, റുബിയ റുബിയാത്ത്, ഇത് റുപ്പീസ് എന്നുള്ളത്. മുതസവ്വിജുൻ വിവാഹതൻ. അസബുൻ വൽജമു അഅസാബുൻ, ഇത് വിവാഹം കഴിക്കാത്തവൻ, ബാച്ചിലർ, സിംഗിൾ എന്നൊക്കെ അർത്ഥത്തിൽ പറയാം. യഹൂദിയുൻ വൽജമു യഹൂദുൻ, ഇത് യഹൂദർ. മുഅജമുൻ വൽജമു മആജിമു, ഡിക്ഷണറി. ദോലാറു ദോളാറാത്തുൻ, ഡോളേഴ്സ്. സഫഹത്തുൻ വൽജമു സഫഹാത്തുൻ, ഇത് പേജസ് എന്നുള്ള അർത്ഥത്തിലാണ്, പേജ്. നാജിഹുൻ നാജിഹൂന, നാജിഹൂന എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ എന്ന അർത്ഥത്തിലാണ്. ഇതിന് ഒരു എക്സാമിൽ പാസ്സായി എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും. ഗാലിൻ, വില കൂടിയത്. കുമ്മുൻ വൽജമു അക്മാമുൻ, കും എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടിൻ്റെ സ്ലീവിനാണ് കും എന്ന് പറയുന്നത്.